ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ കേരളത്തിലെത്തി. 30 സീറ്റാണ് ബി.ജെ.പി. ലക്ഷ്യം വെക്കുന്നത്. 30 സീറ്റ് എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. അതിലേക്ക് എത്താനായിട്ട് ബി.ജെ.പിക്ക് കഴിയുമോ? കേരളത്തിൽ ബി.ജെ.പി. 91 തിരഞ്ഞെടുപ്പ് മുതൽ ശക്തമായിട്ടുള്ള സാന്നിധ്യമായി പല മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് കാസർഗോഡ് മഞ്ചേശ്വരത്ത്, തിരുവനന്തപുരത്തെ 4 or 5 മണ്ഡലങ്ങളിൽ, നേമത്താണെങ്കിലും തിരുവനന്തപുരം സെൻട്രലാണെങ്കിലും ഒക്കെ അതിന് മുൻപുള്ള 91 തിരഞ്ഞെടുപ്പിന് മുൻപുള്ള കാലഘട്ടം മുതൽ ബി.ജെ.പിക്ക് ശക്തമായിട്ടുള്ള വോട്ട് ലഭിക്കുകയും ജയത്തോടടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ വോട്ടിനാണ് ശ്രീ കെ.ജി. മൊറാർജി മഞ്ചേശ്വരം മണ്ഡലത്തിൽ നേരത്തെ പരാജയപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ശ്രീ കെ. സുരേന്ദ്രൻ ഒരു 89 വോട്ടിനാണ് പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായത്. കേരളത്തിൽ ബി.ജെ.പിക്ക് ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ പലപ്പോഴും ഇടത് വലത് മുന്നണികൾ ഒരു ധാരണയുണ്ടാക്കി ആ സീറ്റുകളിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ ജയിക്കാതിരിക്കാനുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള വഞ്ചനയാണ് പരസ്പരം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും മണ്ഡലങ്ങളിൽ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ജയിക്കാനുള്ള സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പോലും കൃത്യമായി ബി.ജെ.പിയുടെ പരാജയം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മുന്നണികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. പക്ഷെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളായി ആ തരത്തിലുള്ള ഏത് സമ്മർദ്ദത്തെയും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ബി.ജെ.പിയുടെ ജനസമ്മതിയും രാഷ്ട്രീയ സാഹചര്യവും മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ ബി.ജെ.പിക്ക് ജയിക്കാൻ കഴിയില്ല, ബി.ജെ.പി. ഏത് വിധേനയും പരാജയപ്പെടുത്തും എന്ന് പറയുന്ന സ്ഥലത്താണ് നേമത്ത് ശ്രീ ഒ. രാജഗോപാൽ ജയിക്കാനുള്ള സാഹചര്യമുണ്ടായത്. അപ്പോൾ ബി.ജെ.പി. ജയിക്കില്ല എന്ന് പറയുന്ന ചിത്രം അതോടുകൂടി മാറി. ബി.ജെ.പിക്ക് അസംബ്ലിയിൽ ജയിക്കാൻ കഴിയും എന്നുള്ള സാഹചര്യത്തിലേക്ക് വന്നു. ബി.ജെ.പി. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലാണെങ്കിലും അതിനു മുൻപ് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലാണെങ്കിലും 2016 തിരഞ്ഞെടുപ്പിൽ ആണെങ്കിലും 2021 24 ഒക്കെ തിരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ ബി.ജെ.പി. സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേകിച്ച് അസംബ്ലിയിലേക്കും ലോക്സഭയിലേക്കൊക്കെ കിട്ടുന്ന വോട്ടിൻ്റെ എണ്ണം ഇരട്ടിയും അതിലും കൂടുതലുമായി മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ആലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ച്, തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച്, ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ച്, പാലക്കാട്, കാസർഗോഡ്, തൃശ്ശൂരിൽ തുടങ്ങി നല്ലൊരു ശതമാനം മണ്ഡലങ്ങളിലും, പത്തനംതിട്ടയിലടക്കം ബി.ജെ.പി. സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്ന വോട്ട് ഇരട്ടിയായി മാറി കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും. ചെറിയ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ വ്യാപ്തി വെച്ച് നോക്കുമ്പോൾ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി. തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ബി.ജെ.പി. പരാജയപ്പെടുത്താൻ എത്രയൊക്കെ ശ്രമങ്ങൾ നടന്നു, എത്രയൊക്കെ പ്രചരണങ്ങൾ നടന്നു. ഇടത് വലത് മുന്നണികൾ ബി.ജെ.പി. സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്ത് പോകുമെന്ന് പ്രചരിപ്പിച്ചു. തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണുന്ന ദിവസം പോലും മാധ്യമങ്ങളടക്കം, കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളടക്കം ബി.ജെ.പി. പരാജയപ്പെടും എന്ന് പറഞ്ഞു. പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്ത് അവർക്ക് വിശ്വാസമുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് തൃശ്ശൂരിൽ ബി.ജെ.പിക്ക് ശക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തോടുകൂടി വലിയ ജനപിന്തുണയോട് വരാൻ വേണ്ടി കഴിഞ്ഞു. അത് കാണിക്കുന്നത് കേരളത്തിൽ ബി.ജെ.പിക്ക് ജയിക്കുക എന്നുള്ളത് 2 മുന്നണികളും കൂടി ചേർന്ന് വിചാരിച്ചാൽ പോലും കഴിയുന്നൊരു കാര്യമാണ് എന്നുള്ളതാണ്. 2 മുന്നണികളും പരസ്പരം ബി.ജെ.പിയെ പരാജയപ്പെടുത്താൻ വോട്ടുകൾ മറച്ച് ചെയ്യുക, വലിയ കള്ളപ്രചരണങ്ങൾ നടത്തുക, ബി.ജെ.പിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുക, നിരന്തരമായി ബി.ജെ.പിയെ പരാജയപ്പെടുത്തണമെന്ന് അണികളോട് പറയുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വോട്ട് മറച്ച് ചെയ്യണം എന്നുള്ള നേരിട്ടുള്ള നിർദ്ദേശമാണ് കൊടുക്കുന്നത്. ഇതൊക്കെ ചെയ്തിട്ടും തൃശ്ശൂരിൽ കിട്ടിയ ഭൂരിപക്ഷം അവർക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്തത്രയും വലിയ ഭൂരിപക്ഷമാണ്. അപ്പോൾ സ്വാഭാവികമായും ബി.ജെ.പി. മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങൾ പതുക്കെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു, അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 7 അസംബ്ലി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ ബി.ജെ.പി. മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയത്തെ പൊതുവെ ആ പാർലമെൻറ്റ് മണ്ഡലത്തിൽ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ തവണ ബി.ജെ.പിക്ക് വലിയ ഭൂരിപക്ഷത്തിലാണ് പല സീറ്റുകളിലും ജയിക്കാൻ വേണ്ടി കഴിഞ്ഞത്. കോർപ്പറേഷൻ്റെ ഭരണത്തിൽ എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ബി.ജെ.പിക്ക് ഭരണം പിടിക്കാൻ വേണ്ടി കഴിഞ്ഞു. പാലക്കാട് 3ാമത്തെ തവണയും ജയിക്കാൻ വേണ്ടി കഴിഞ്ഞു. പല മണ്ഡലങ്ങളിലും അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നിട്ടുള്ള പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെയും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെയും വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ ബി.ജെ.പി. സ്ഥാനാർത്ഥികൾക്ക് ജയിച്ചു വരാൻ കഴിയുന്ന മണ്ഡലങ്ങൾ 30 അതിലധികമോ ആണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. അതിൽ
ശക്തമായിട്ടുള്ള പ്രചരണ രംഗത്തേക്ക് വരിക എന്നുള്ളതും അത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ചുമതലയോടുകൂടി അതിനുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളതും ആ പാർട്ടിയുടെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. കേരളത്തെ സംബന്ധിച്ച് ഇനി BJPയെ രാഷ്ട്രീയപരമായി വിജയിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് മുന്നണികൾക്ക് പോകാൻ വേണ്ടി കഴിയില്ല. കാരണം മുന്നണികളുടെ തീരുമാനത്തിനും ഇടത് വലത് മുന്നണി, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും CPMനെ സംബന്ധിച്ചാണെങ്കിലും BJP ജയസാധ്യതയിലേക്ക് വരുന്ന സ്ഥലങ്ങളിൽ ഒരു മടിയും കൂടാതെ, അതാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്, ഒരു മടിയും കൂടാതെ അപ്പോൾ തങ്ങൾ ഇന്ത്യ മുന്നണിയാണെന്നുള്ള മനസ്സോടുകൂടി നിന്ന് BJPയെ പരാജയപ്പെടുത്തുക, ഒരുമിച്ച് ചേരുക. അങ്ങനെ ഒരുമിച്ച് ചേരുന്ന രാഷ്ട്രീയം കേരളത്തിൽ അവസാനിക്കുകയാണ്. അങ്ങനെ ഒരുമിച്ച് ചേർന്ന് BJPയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും പരാജയപ്പെടില്ല എന്നുള്ള രീതിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സാഹചര്യമാണ് തൃശ്ശൂരിലും തിരുവനന്തപുരത്തുമൊക്കെ മറികടന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അതിൻ്റെ ഗുണഫലങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. മുന്നണികൾ വിചാരിച്ചാലും പരാജയപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. ജനങ്ങളത് തിരിച്ചറിയുന്നുണ്ട്. മാത്രമല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രണ്ട് മുന്നണികൾ കൂടി നടത്തുന്ന ഒരു പരസ്പര ധാരണയോടുകൂടിയുള്ള പ്രവർത്തനമുണ്ട്. അത് അഴിമതിയുടെ കാര്യത്തിലാണെങ്കിലും, കേസുകൾ സെറ്റിൽ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും, കേസുകൾ എടുക്കാത്ത കാര്യത്തിലാണെങ്കിലും, നേതാക്കന്മാർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു പരസ്പര ധാരണയോടുകൂടി സെറ്റിൽ ചെയ്ത് അഴിമതിയുടെ കാര്യത്തിൽ പോകുന്നൊരു സാഹചര്യമുണ്ട്. വികസനത്തിൻ്റെ കാര്യത്തിലും ഏതാണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ വികസനത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ അതിനെ നിരന്തരമായി വിമർശിക്കുക, നിരന്തരമായി എതിർക്കുക, പ്രധാനമന്ത്രിയെ ഒരു വലിയ ശത്രുവായി കണ്ടുകൊണ്ട് പ്രചരണം നടത്തുക, പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്ന ഒരു പദ്ധതിയും കേരളത്തിൽ നടപ്പാക്കണ്ട എന്ന് പ്രഖ്യാപിക്കുക, അതിനെ പ്രതിപക്ഷം പിന്തുണയ്ക്കുക. നിയമസഭയ്ക്കകത്ത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് പ്രമേയം പാസ്സാക്കുന്നത് മാത്രം പരിശോധിച്ചാൽ മതി. പ്രമേയം പാസ്സാക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയോ BJPക്കെതിരെയോ ആണെങ്കിൽ അത് രണ്ട് മുന്നണികളും കൂടി ഒരുമിച്ചാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പ്രമേയം. ഇനി അതിൽ നേരത്തെ ഒരുമിച്ച് പ്രമേയം കൊണ്ടുവന്ന ശ്രീ മദനിയുടെ കാര്യത്തിലാണ്. മദനിയുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുമിച്ച് പ്രമേയം കൊണ്ടുവന്ന പാർട്ടികളാണ്. അപ്പോൾ അതേപോലെ തന്നെ കേരളത്തിൽ പൊതുവായി ചർച്ച ചെയ്യപ്പെടേണ്ട വികസന കാര്യങ്ങൾ, നടപ്പാക്കേണ്ട വികസന പദ്ധതികൾ അത് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയോ കൊണ്ടുവരാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ അതിനെതിരെ ഒരുമിച്ച് നിന്ന് ശക്തമായി അതിനെ പരാജയപ്പെടുത്തുക, വികസന പദ്ധതികളെ ഇല്ലാതെയാക്കുക, വികസനത്തെ തടസ്സപ്പെടുത്തുക. ഉദാഹരണത്തിന് എത്രയോ വർഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ LDFലെ പാർട്ടികൾ കൂടി ചേർന്നുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന സാഹചര്യമുണ്ടായി. 30, 35, 40 വർഷത്തോളം മുടങ്ങിക്കിടന്ന കൊല്ലം ബൈപ്പാസും ആലപ്പുഴ ബൈപ്പാസും ഒക്കെയാണ് ഇപ്പോൾ നടപ്പായിട്ടുള്ളത്. കേരളത്തിലെ നാഷണൽ ഹൈവേ വികസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ, ആ പദ്ധതികൾ തുടരുക എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് പുതുതായി അതിനുള്ള വിഭാവനം ചെയ്തുകൊണ്ട് പദ്ധതി പ്രഖ്യാപിക്കുകയല്ല, നടപ്പാക്കുകയാണ്. ജനങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയുകയാണ്, അതിലൂടെ യാത്ര ചെയ്യാൻ കഴിയുകയാണ്, ആ പദ്ധതിയുടെ ഭാഗമാവാൻ കഴിയുകയാണ്, അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ. അപ്പോൾ ആ സാഹചര്യത്തിലേക്ക് പോകുന്നത് BJPയുടെ വികസനത്തെ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമാണ്. ആ വികസനം ആദ്യത്തെ ഗവൺമെൻറ്റിലും രണ്ടാമത്തെ ഗവൺമെൻറ്റിലും കാണുന്നത് കൊണ്ടാണ് മൂന്നാമത്തെ ഗവൺമെൻറ്റിലേക്ക് മന്ത്രിയാകുന്നതിന് വേണ്ടി ഒരാളെ നേരിട്ട് MP ആയി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നേരത്തെയും ആദ്യത്തെയും രണ്ടാമത്തെയും മന്ത്രിസഭകളിൽ BJPക്ക് മന്ത്രിമാരുണ്ടായിരുന്നു. അത് കേരളത്തിൽ നിന്ന് ജയിച്ച മന്ത്രിമാരായിരുന്നില്ല, കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും കേരളത്തിൽ വികസനം വരണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നുണ്ടെങ്കിൽ, നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ പ്രോസസ്സിലേക്ക് കേരളം കടക്കണമെന്നുണ്ടെങ്കിൽ BJPയെ സഹായിക്കണമെന്നുള്ളതിൻ്റെ ജനങ്ങളുടെ ആഗ്രഹമാണ്, ജനങ്ങളുടെ ഇച്ഛയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നടപ്പായത്. അത് ഈ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ നടപ്പാവും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള ഏത് കള്ളപ്രചരണത്തെയും മുന്നോട്ട് പോയി അതിനെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിലേക്ക് NDAയും BJPയും മാറുകയാണ്. അത് ജനങ്ങൾ അംഗീകരിക്കുകയാണ്. അതായത് ഈ വോട്ട് മറിക്കലെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. എന്തുകൊണ്ട് BJPക്ക് ഒറ്റയ്ക്ക് വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ കഴിയില്ല എന്ന് ഇവർ കണക്കാക്കുന്നു? അത് BJPക്ക് സമാഹരിക്കാൻ കഴിയണമെങ്കിൽ, ഏതൊരു സ്ഥാനാർത്ഥി ജയിക്കണമെങ്കിലും ആകെ പോൾ ചെയ്യുന്ന വോട്ടിൻ്റെ 50% എന്ന് പറയുന്നത് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഒരാൾക്ക് ജയിക്കാൻ വേണ്ടി കഴിയും, പൂർണ്ണമായും ജയിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ 50% വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പ്രത്യേകിച്ച് രണ്ട് മുന്നണികൾ കേരളത്തിൽ മത്സരിക്കുന്നു, വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക സംവിധാനങ്ങൾ നിലനിൽക്കുന്നു, സാമുദായിക സംവിധാനങ്ങൾ നിലനിൽക്കുന്നു, സംഘടനകൾ നിലനിൽക്കുന്നു. ഉദാഹരണത്തിന് SNDP NSS
ഒരുമിച്ച് ചേരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തെ എത്ര രാഷ്ട്രീയപരമായിട്ടുള്ള ദുഷ്ടലാക്കോട് കൂടിയാണ് പരാജയപ്പെടുത്താനുള്ള ശ്രമം നടന്നത്. അതേ സമയത്ത് കെ സി വേണുഗോപാൽ പറയുകയും ചെയ്തു, ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചേർന്നാൽ 50% വരും, അതുകൊണ്ട് BJP ഒരിക്കലും ജയിക്കില്ല എന്ന്. അതാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് പരാജയപ്പെടുത്തേണ്ടത്. ആ രാഷ്ട്രീയമാണ് കേരളത്തിൽ പരാജയപ്പെടാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിൽ ആ തരത്തിലുള്ള ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മുന്നണികൾ പ്രവർത്തിക്കുന്നത്. ആ മുന്നണികൾക്കിടയിലാണ് BJPക്ക് ഒറ്റയ്ക്ക് ജയിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാകേണ്ടത്. ഉദാഹരണത്തിന് ഒറ്റയ്ക്ക് ജയിക്കുന്നൊരു പാർട്ടി, ഒറ്റയ്ക്ക് മത്സരിക്കുന്നൊരു പാർട്ടി കേരളത്തിൽ വേറെ ഏതാ ഉള്ളത്? BJPയോളം ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാനും വോട്ട് സമാഹരിക്കാനും കഴിയുന്ന മുന്നണികളിലെ പാർട്ടികൾ ഏതാണ്? കോൺഗ്രസ്സിനുണ്ട്, CPMനുണ്ട്. BJPയും കോൺഗ്രസും CPMും അല്ലാതെ ഒറ്റയ്ക്ക് മുന്നണിയിൽ നിന്ന് മുന്നണിയുടെ ഭാഗമായിട്ടല്ലാതെ സീറ്റ് നേടാൻ കഴിയുന്ന CPIക്ക് കഴിയുമോ? കേരള കോൺഗ്രസ്സിന് കഴിയുമോ? ഏതെങ്കിലും ഒരു പാർട്ടികൾക്ക് വേറെ കഴിയുമോ? മുസ്ലിം ലീഗിന് കഴിയുമായിരിക്കും ഒരു പക്ഷേ. ഒരു 4-5 സീറ്റുകളിൽ അവർക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ ഒറ്റയ്ക്ക് മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ വേണ്ടി കഴിയുമായിരിക്കും. അതിനപ്പുറത്തേക്ക് മുസ്ലിം ലീഗിന് പോലും കഴിയില്ല. അപ്പോൾ കേരളത്തിൽ സ്വാഭാവികമായും അത്രയും വലിയ ഒരു രാഷ്ട്രീയ ബാധ്യത എടുത്തുകൊണ്ടാണ്, അതായത് ജനങ്ങളുടെ വോട്ട് സമാഹരിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് BJPക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ BJPയെ പരാജയപ്പെടുത്താനുള്ള ശ്രമത്തിന് മുന്നണികൾ ശ്രമിച്ചാലും കഴിയാത്തൊരു സാഹചര്യം ഏതാണ്ട് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ വികസന പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ആ ജനങ്ങൾ BJPയോടൊപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട്. വലിയ സഹായമാണ്, വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം, കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം. ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ IND എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഇടതുവശത്ത് കാണാം. നിങ്ങൾ അതിലൊന്ന് വിരലമർത്തിയാൽ ചാനൽ ഓപ്പണായി വരും. സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും, അവിടെ ഒന്ന് വിരലമർത്തുക. പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെൽ ഐക്കണുണ്ട്, അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം.